നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുള്ളിലവിൻ മൂട് എന്നുള്ള സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേരിലൊരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകളൊക്കെ കമൻറ്റ് ചെയ്തു, എന്താണ് മുള്ളിലവിൻ മൂട്? ഞാൻ ശലഭോദ്യാനം ചെയ്യണ ഒരാളാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പെട്ടെന്ന് ഒന്ന് കണ്ണിലുടക്കിയതാണ് ആ പേര്, മുള്ളിലവ്. മുള്ളിലവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണ് മുള്ളിലവ്? നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്, ഒരു വനവൃക്ഷം അല്ലെങ്കിൽ കാട്ടുവൃക്ഷമാണ് മുള്ളിലവ്. ഈ മുള്ളിലവിന്റെ പ്രത്യേകതയും തിരുവനന്തപുരമായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ പേരുമായുള്ള ബന്ധം ഒന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങള് നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, മുള്ളിലവ് എന്ന് പറയുന്നത് ഒരു ചെടീനെ കുറിച്ച് പറഞ്ഞു. 10 വർഷത്തിന്റെ മുന്നേ നമ്മളുടെ സംസ്ഥാന ശലഭത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരി എന്ന് പറഞ്ഞാൽ മലബാർ ബാൻഡഡ് പീകോക്ക് എന്ന് പറയുന്ന ഒരു ശലഭമാണ് നമ്മളെ സംസ്ഥാന ശലഭവുമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം ആ ശലഭത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന്റെ ആഹാര സസ്യമായിരുന്നു മുള്ളിലവ് ചെടി. ഈ മുള്ളിലവ് ചെടി നമ്മളെ നാട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ ആ ശലഭം തന്നെ വംശനാശം ഭീഷണി നേരിടുന്ന സമയത്താണ് സംസ്ഥാന സർക്കാർ അതിനെ നമ്മളുടെ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇന്ന് രാവിലെ വന്നു, നമ്മളുടെ കാർഷിക ദമ്പതികൾ വിജയമ്മയുടെ ഭാസ്കരൻ ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം, ഈ സ്ഥലത്തിൻ്റെ പേര് അവരോടും കൂടി സൂചിപ്പിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, ഈ തൊട്ടടുത്ത് ആ നീല കളറിലോ ടാർപ്പായൊക്കെ നിൽക്കുന്ന ആ സ്ഥലം, ഈ സ്ഥലത്തെ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഒരു വലിയ മുള്ളിലവ് മരം ഉണ്ടായിരുന്നു. ആ മുള്ളിലവ് മരം എന്ന് പറഞ്ഞത് ആ മുള്ളിലവ് ഉള്ളത് കൊണ്ട്, അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പഴയ കാലത്ത് ഈ സ്ഥലത്തിന് ആ പേര് വന്നതാണ്, മുള്ളിലവിൻ മൂട്. അപ്പോൾ അവിടെ വലിയൊരു മുള്ളിലവ് മരം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നശിച്ചു പോയി. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സംസ്ഥാന ശലഭം നമ്മളുടെ ബുദ്ധമയൂരി ആണെങ്കിൽ, കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ബുദ്ധമയൂരിക്ക് വേണ്ടിയിട്ട് ആ പേര് നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് നമ്മളെ മുള്ളിലവിൻ മൂട്. അപ്പോൾ ഇവിടുത്തെ MLA ഒക്കെ അത് ശ്രദ്ധിക്കുക. നമ്മളെ സംസ്ഥാന ശലഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ ഓരോ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടി. ഈ മുള്ളിലവിൻ മൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാളം മുള്ളിലവ് ചെടി മുന്നേ ഉണ്ടായിരുന്നിരിക്കാം, എന്തായാലും ഇപ്പോൾ അതൊന്നും കാര്യമായി കാണുന്നില്ല. അപ്പോൾ സംസ്ഥാന ശലഭത്തിന് വേണ്ടി അങ്ങനെ ഒരു സ്ഥലം നിലനിൽക്കുന്നു എന്നറിഞ്ഞതിൽ തിരുവനന്തപുരംകാരായ നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാം. നിങ്ങളെ വീട്ടിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ മുള്ളിലവിൻ മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം പരിചയപ്പെടാനും ഇത് സംസ്ഥാന ശലഭത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും സാധിച്ചത്. അപ്പോൾ വളരെ സന്തോഷം. സ്കൂളുകളിലൊക്കെ ജൈവ വൈവിധ്യ പാർക്കൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്തെ ശലഭോദ്യാനങ്ങളൊക്കെ മാക്സിമം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഈ മുള്ളിലവിൻ മൂട് ഈ സംസ്ഥാന ശലഭവുമായി ബന്ധപ്പെട്ട ഒരു പേരായി ഇനി എല്ലാവരും അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.